ഒരു നഗരം ഇരുട്ടിലായിരുന്നപ്പോൾ അവിടെ ഒരു ഇതിഹാസം പിറന്നു. നമുക്ക് ആ കഥ കേൾക്കാം. 1946 കൽക്കട്ട. അവിടെ നടന്നൊരു രക്തരൂക്ഷിതമായ കലാപത്തിനിടയിൽ ഒരു സാധാരണക്കാരൻ നാടിന്റെ രക്ഷകനായി. ഇതാണ് ഗോപാൽ പാടെ എന്നറിയപ്പെട്ട ഗോപാൽ ചന്ദ്ര മുഖർജിയുടെ കഥ. ഗ്രേറ്റ് കാൽക്കത്ത കൊലപാതകങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്തായിരുന്നു? കലാപത്തിനു മുൻപ് അദ്ദേഹം കൽക്കട്ടയിലെ ബൗബസാർ ഏരിയയിൽ ഒരു മട്ടൻ കട നടത്തുകയായിരുന്നു. കൂടാതെ ഒരു ഗുസ്തിക്കാരനും. അദ്ദേഹം എല്ലാ സമുദായക്കാരുമായും നല്ല ബന്ധത്തിലായിരുന്നു. അക്രമം തുടങ്ങുന്നതിനു മുൻപ് അദ്ദേഹത്തിന് വർഗീയ വിദ്വേഷം ഒട്ടുമില്ലായിരുന്നു. അതായത് പാകിസ്ഥാൻ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നടത്തിയ ഒരു പൊതു പണിമുടക്ക്. പക്ഷേ അത് നഗരത്തിലെ ഏറ്റവും വലിയ വർഗീയ ലഹളയ്ക്ക് തിരികൊളുത്തി. 4 ദിവസം. ആ 4 ദിവസം കൊണ്ട് നഗരം കലാപത്തിൽ മുങ്ങി. ജനങ്ങൾക്ക് സ്വയം രക്ഷിക്കേണ്ട അവസ്ഥ വന്നു. ഈ കൂട്ടക്കൊല ഗോപാൽ നേരിൽ കണ്ടു. ഒന്നുകിൽ തിരിച്ചടിക്കുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക. ഇതായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരേയൊരു വഴി. അങ്ങനെയാണ് അദ്ദേഹം തന്റെ ദേശീയ സംഘടനയായ ഭാരത് ജാതീയ ബാഹിനിയെ സജ്ജമാക്കിയത്. സുഭാഷ് ബോസിന്റെ ആശയങ്ങളായിരുന്നു പ്രചോദനം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി തുടങ്ങിയ ഈ സംഘടന കലാപം വന്നപ്പോൾ ഒരു പ്രതിരോധ സേനയായി. ഏകദേശം 800 യുവാക്കളെ അദ്ദേഹം സംഘടിപ്പിച്ചു. വിമുക്ത ഭടന്മാരിൽ നിന്നും കരിഞ്ചന്തയിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ സംഘടിപ്പിച്ചു. ഇതിൽ 2ാം ലോക മഹായുദ്ധത്തിലെ തോക്കുകളും ഗ്രനേഡുകളും വരെയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം വളരെ വ്യക്തമായിരുന്നു. അവർ നമ്മളിൽ ഒരാളെ കൊന്നാൽ പകരം അവരുടെ 10 പേരെ കൊല്ലുക. ഇതൊരു തിരിച്ചടി തന്ത്രമായിരുന്നു. ഓഗസ്റ്റ് 17 ആയപ്പോഴേക്കും പാടയുടെ സൈന്യം തിരിച്ചടി തുടങ്ങി. ഭാരത് ജാതീയ ബാഹിനി സംഘടിതമായി ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളെ പ്രതിരോധിച്ചു. അവർ ബാരിക്കേഡുകൾ വെച്ചു, സ്നൈപ്പർമാരെ നിർത്തി, പെട്ടെന്നുള്ള ആക്രമണങ്ങൾക്കായി ടീമുകളെ തയ്യാറാക്കി. ഇത് കലാപത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. പ്രതിരോധം കടുത്തപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ സമാധാന അഭ്യർത്ഥനയുമായി പാടിയെ സമീപിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നുവെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ആദ്യം ലീഗ് അവരുടെ അണികളോട് ആയുധം വയ്ക്കാൻ പറയട്ടെ. ഈ ഉറച്ച നിലപാടാണ് ഒടുവിൽ അക്രമം അവസാനിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ ഭഗവത്ഗീതയിലെ ഒരു തത്വവുമായാണ് ഈ സോഴ്സ് ബന്ധിപ്പിക്കുന്നത്. അത് വ്യക്തിപരമായ നേട്ടത്തിനല്ല, കടമ നിർവഹിക്കലായിരുന്നു. അതായത്, നിന്റെ കടമ ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഈ തത്വമാണ് അദ്ദേഹത്തിന്റെ സായുധ പ്രതിരോധത്തിന് ന്യായീകരണമായത്. അതുകൊണ്ടുതന്നെ തന്റെ ജനങ്ങളെയും അവരുടെ ധർമ്മത്തെയും രക്ഷിക്കാനുള്ള ഒരു പുണ്യകടമയായാണ് ഈ പോരാട്ടത്തെ കണ്ടത്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഗാന്ധിജി അദ്ദേഹത്തോട് ആയുധം വയ്ക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ പാടയുടെ മറുപടി ചരിത്രമായി മാറി. ഹിന്ദുക്കളുടെ അഭിമാനം കാക്കാൻ ഉപയോഗിച്ച ഒരൊറ്റ ആണി പോലും ഞാൻ താഴെ വയ്ക്കില്ല. ഈ വാക്കുകൾ അദ്ദേഹത്തെ തന്റെ സമൂഹത്തിന്റെ രക്ഷകനാക്കി മാറ്റി. പിന്നീട് അദ്ദേഹം സംഘർഷങ്ങളിൽ നിന്നെല്ലാം മാറി. 2005 മരിക്കുന്നതുവരെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. അപ്പോ ഇന്ന് അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഒരു രക്ഷകനായും അതേസമയം നിയമം കയ്യിലെടുത്ത ഒരു കഠിനനായ പോരാളിയായും. സാധാരണ മനുഷ്യർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ